അതെ ഗൈസ്, ഇതെന്താണെന്നല്ലേ ശരിക്കും എനിക്കറിയില്ല. ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്താണ് മനാമ ടെമ്പിൾ ഉള്ളത്. എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് പേര് നോർത്ത് ഇന്ത്യൻസും ഇവിടെ ഡെയിലി പോകുന്ന ഡിവോട്ടീസാണ്. അവിടുത്തെ എന്തോ പ്രസാദമാണ്, കാര്യം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവനിങ് വലിയ പ്ലാനുകളുള്ള ദിവസമൊന്നല്ല. വീട്ടിൽ വന്നു, നഗറ്റ്സൊക്കെ ഉണ്ടാക്കി, ചെറിയ ചായയൊക്കെ കുടിച്ച് അങ്ങനെയായിരുന്നു. ഇതുവരെയുള്ള ഭൂമിയുടെ എല്ലാ മൈൽ സ്റ്റോൺസും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും തനിച്ചുള്ള ഈ ചോക്ലേറ്റ് കവറിൻ്റെ പൊളിക്കൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. നമ്മുടെ കാറ് പാർക്കിങ്ങിൽ നിന്ന് എടുത്താൽ പിന്നെ തിരിച്ചിടാൻ പറ്റില്ല. കാരണം മുഹറത്തിന്റെ പ്രോഗ്രാംസ് നടക്കാൻ എല്ലായിടത്തും ഭയങ്കര റഷാണ്. നമ്മളിവിടുത്തെ പാർക്കുകളിൽ പോകുമ്പം അതിപ്പോൾ പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ കുഞ്ഞു മക്കളെ തനിച്ച് വിടൽ എപ്പോഴും പോസിബിൾ അല്ല. ചില അറബി കുട്ടികൾ വന്നിട്ട് കുട്ടികളെ പീച്ചും പിഴിയൊക്കെ ചെയ്യും. അവരവരുടെ സ്നേഹം അങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പിന്നെ സ്ഥിരം പരിപാടി തിരിച്ചു പോണ റൂമിലുള്ള ഈ ബുച്ചറി ഷോപ്പ്. നമ്മളെ പാർക്കിൽ വിട്ടിട്ട് വിശാഖ് മെല്ലെ ഹെയർ കട്ടിങ്ങിന് പോയേക്കായിരുന്നു. ഭൂമിയുടെ ഈ തലോടലും സ്നേഹപ്രകടനം കണ്ടിട്ട് ബുച്ചറി ഷോപ്പിന്റെ ഓണർ ഒരു അറബി നല്ലൊരു ക്ലോത്ത് കൊടുത്തിട്ട് അതിന്റെ മേലെ ഇരുന്നു അതിന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയാണ്. ചില നല്ല മനുഷ്യന്മാരുടെ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നമുക്ക് ചെറിയ കാര്യമാണെങ്കിലും കുഞ്ഞു മനസ്സുകൾക്ക് ഇമ്മണി വലിയ കാര്യമായിരിക്കും. അവർ സന്തോഷത്തോടെ അത് കുറേ കാലം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അങ്ങനെ അയാൾക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ മടങ്ങി. അരമണിക്കൂർ മുന്നേ കണ്ട ആൾക്ക് പിന്നെയും പോയി സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റും. വിശാഖ് മുന്നെപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാർബർ ഷോപ്പിൻ്റെ ഐഡിയ വെച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ നടന്നങ്ങടെത്തി. വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ കണ്ടില്ലേ മുഖത്തൊരു പ്രസന്നത, അത് മതിയായിരുന്നു നമുക്ക്. നമ്മളും ഹാപ്പി. പിന്നെ മുടി വെട്ടി കഴിയണവരെ അവിടെ ഒരു വെയിറ്റിങ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.